അപ്പോൾ ഇപ്പോൾ ഈ ഒരു മുഴുവൻ ഫ്രെയിംവർക്ക് മുന്നിൽ കിട്ടുമ്പോൾ 1, 2, 3, 4 ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ കോഴ്സ് എലിമിനേറ്റ് ചെയ്തിട്ട് ഏത് സ്ട്രീം അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ റെഡിനെസ്സിൽ AI-ന്റെ ഇമ്പാക്റ്റും AI പ്രൂഫും കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ടോ? അതായത് ഇപ്പോൾ ഒരു 3-4 സ്ട്രീമുകൾ നമ്മുടെ മുന്നിൽ വന്നു, ഇതുപോലെ 3-4 കോഴ്സുകൾ മുന്നിൽ വന്നു. ഇതിൽ AI-ന്റെ ഇമ്പാക്ട് ഏതിലാണോ കുറവ് ഉണ്ടാവുക എന്നുള്ളത് പോലും ഒരു റെഡിനെസിന്റെ ഒരു ഫാക്ടറായി ചിന്തിച്ചിട്ടാണോ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്? നല്ലതാണ്. AI എന്നുള്ളത് എല്ലാ ഫീൽഡിലും ഇമ്പാക്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം, ഉറപ്പാണ്. പക്ഷെ ചില ഫീൽഡുകളെ എന്തെയില്ല അധികം ഉടനെ ഇമ്പാക്ട് ചെയ്തോണമെന്നില്ല. ഇപ്പോൾ ആന്ത്രോപ്പിക്കിന്റെ ലേറ്റസ്റ്റ് ലേബർ റിപ്പോർട്ടിന്, ആന്ത്രോപ്പിക് എന്ന് പറഞ്ഞാൽ ക്ലൗഡിന്റെ പാരന്റ് കമ്പനി, അപ്പോൾ അവർ ഒരു നൈസ് ഗ്രാഫ് മേ ബി വീഡിയോയുടെ കൂടെ ഷാരിക്കിന് ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ അവർ നൈസ് ഗ്രാഫായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്, അതായത് ചില ഏരിയാസിനെ AI തിയററ്റിക്കലി എന്ത് ചെയ്യും, പല സ്ഥലങ്ങളും ബീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയധികം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ വേണോ എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സംശയമാണ്. ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഡിസിഷൻ ഫ്രെയിംവർക്കിലോട്ട് വരാം. നമുക്ക് എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ റിയലിസ്റ്റിക് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. നമുക്കൊരു സൈഡിൽ മേ ബി ഒരു 3rd tier എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കിട്ടും, നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല. അപ്പുറത്ത് മേ ബി എക്ക് ഇപ്പോഴും അധികം റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഹാൻഡ്സ് ഓൺ എഞ്ചിനീയറുടെ വർക്ക്, അതായത് ഒരു ബിടെക്കുകാരൻ്റെ വർക്കിനെ ചിലപ്പോൾ എക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ഡിപ്ലോമക്കാരൻ്റെ വർക്കിനെ എക്ക് അത്ര റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പാണ് ഒറാക്കിൾ വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനീസിൽ ഒന്നാണ്. അവർ 30,000 ആളുകളെയാണ് രാവിലെ 6 മണിക്ക് മെയിൽ അയക്കുന്നത്, നിങ്ങൾ പുറത്തോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ 30,000 ആളുകളിൽ ഭൂരിഭാഗവും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സാണ്. എന്തുകൊണ്ടാണ് അവർ പുറത്താക്കിയത്? അവർക്ക് പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞിട്ടാണോ? അല്ല, അവരുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും ബെസ്റ്റ് റവന്യൂ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാർട്ടറാണ്. പകരം അവർ ആ റവന്യൂ എടുത്തിട്ട് അവർ AI ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ഡിപ്ലോയ് ചെയ്യുകയാണ്. ഇവിടെ ആരാ വർക്ക് ചെയ്യുക? ഇവിടെ വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസുകാരനാണോ അതല്ല ഒരു ഡിപ്ലോമക്കാരനാണോ? അപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ്സിൻ്റെ പ്രസക്തി കുറച്ചൊക്കെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ ഇമ്പാക്ട് ചെയ്യുന്ന, AI കുറച്ചുകൂടി പെട്ടെന്ന് ഇമ്പാക്ട് ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബ്സിനെ ആയിരിക്കും, ബ്ലൂ കോളർ ജോബ്സിനെ ആവില്ല. ആ ബ്ലൂ കോളർ ജോബ്സിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും, കൂടും. അവിടെ നമ്മൾ മേ ബി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് ആ ഒരു മലയാളിക്കുള്ളൊരു പ്രശ്നമുണ്ട്, ഈ പറയുന്ന അവിടെ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്താൽ, ഞാൻ പറയുന്നത് മേ ബി നമ്മുടെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജസിനെ നമ്മൾ ഡിപ്ലോമ കോളേജസ് ആക്കി മാറ്റണം. നമുക്ക് ഇത്രയധികം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമില്ല. വി ആർ ഹാവിങ് ഓവർ സപ്ലൈ. തീർച്ചയായും. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്ത് ഉള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വരുമ്പോഴും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടില്ലേ? സമരം തമാശ രൂപേണ പറയും, സമരം നടന്ന നാടാണെന്ന് പറയും. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. കമ്പ്യൂട്ടർ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ മെഷീൻസ് വന്നപ്പോൾ അത് ചെയ്ത ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും മറ്റ് പല ജോലികൾ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ജോബ്സ് മുന്നിലേക്ക് പോയുള്ളൂ, പ്രൊഡക്ടിവിറ്റി കൂടിയുള്ളൂ, ആൾക്കാരുടെ ജീവിതം ബെറ്റർ ആയുള്ളൂ എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എയുടെ കേസിൽ ആ വാദം ശരിക്കും ഒരിക്കലും നടക്കില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. AI കോഗ്നിറ്റീവ്ലി കേപ്പബിൾ ആണ്. അവർക്ക് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാനും അതിന് സൊല്യൂഷൻ ബിൽഡ് ചെയ്യാനും അതിനെ ഷിപ്പ് ചെയ്യാനും അതിന്റെ ഇമ്പാക്ട് റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരാനുമുള്ള എൻറ്റയർ എൻഡ് ടു എൻഡ് കേപ്പബിലിറ്റി AI-ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അജ്മൽക്ക് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ റിയൽ ആകുന്നത്. അപ്പോൾ AI നമ്മുടെ മനുഷ്യന്റെ ഹിസ്റ്ററിയിൽ ഒരിക്കലും ഇതുവരെ നടന്നതുപോലെ അല്ല, ഇത്തവണ മനുഷ്യൻ ആക്ച്വലി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് വരുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം നടക്കുന്നത് ഈ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന, മോസ്റ്റ്ലി ഒരു കാര്യം അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിനൊരു ഔട്ട്പുട്ട് വരുന്ന പോലുള്ള വർക്കുകളിലാണ് ഏറ്റവും ആദ്യം ഇമ്പാക്ട് ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ AI പ്രൂഫ് എന്നുള്ള ഒരു ലെൻസ് കൂടി വെച്ച് നോക്കണം എന്നുള്ളത്. അതായത് വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇപ്പോൾ പല കുട്ടികളും ഉണ്ടാവും, അവർ ചിലപ്പോൾ ഇത്രയും കാലം അവർ എക്സലൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പല റീസൺസും ഉണ്ടായിരിക്കും. അവർ എൻവയോൺമെൻറ്റ് കാരണമോ അവർ ചിന്തിക്കാത്ത കാരണമോ ഒക്കെ ആയിരിക്കും. പക്ഷെ എപ്പോഴും പാരൻസിൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്താ, എൻ്റെ കുട്ടി വളരെ അടിപൊളിയാണ്, ഉഷാറാണ്, അവനൊരു ചാൻസ് കിട്ടിയാൽ അവൻ ഇത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവനെ ബിടെക്കിന് വിടാം. ഞാൻ പറയുന്നത് അവനെ ബിടെക്ക് വിടുന്നതിനേക്കാളും നല്ലത് അവന് മേ ബി എക്സൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമിലായിരിക്കാം. അവന് ചിലപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ബേർഡൻ അത്ര ഉണ്ടാവില്ല, അവന് വലിയൊരു അക്കാഡമിക് ലോഡ് എടുക്കേണ്ടി വരില്ല. പക്ഷേ അവന് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ കൂടുതൽ കിട്ടും. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ എന്നുള്ളത്. ഇതേപോലെ തന്നെ ബ്ലൂ കോളർ ജോബ്സിന് ഹാൻഡ്സ് ഓൺ ആയിട്ട് പല കാര്യങ്ങളിൽ ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവാം. നമ്മൾ ആ അഭിമാനബോധമൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് ഇതെല്ലാം ഡിഗ്നിഫൈഡ് ആയിട്ട് കാണേണ്ടതാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലോട്ട് നമ്മുടെ സൊസൈറ്റി എത്തുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കൂടിയാണിതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എത്തട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടോ? അതായത് AI കാരണം ഇമ്പാക്റ്റ് ആകാൻ പോകുന്ന, ഏറ്റവും ആദ്യം ഇമ്പാക്റ്റ് ആകാൻ പോകുന്നത് ഏതൊക്കെ മേഖലകളായിരിക്കും? ഡെഫിനറ്റ്ലി കോഡിങ്,
എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റ് ഈ പറഞ്ഞതുപോലെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ടീമിൻ്റെയോ ഒരുപാട് വലിയ എൻജിനീയേഴ്സിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ഒരു ലോജിക്കൽ തിങ്കിങ് മറ്റൊക്കെ ഉള്ള ആൾക്ക് വൈബ് കോഡിങ് വഴി തന്നെ, അല്ലെങ്കിൽ അയാൾക്ക് വൈബ് കോഡിങ് അല്ലെങ്കിൽ പോലും അയാൾക്ക് ഒരു 5 ആളെടുക്കേണ്ട പണി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് എടുക്കാം. റൈറ്റ്? ഇത്തരത്തിലുള്ള പല ഫീൽഡുകൾ, ഇപ്പോൾ ലീഗൽ ഫീൽഡാവട്ടെ, ഈവൻ മാനേജ്മെൻറ്റ് ഈസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിറ്റ് പോകുന്നൊരു പ്രോഗ്രാമാണ് BBA എന്നുള്ളത്. ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ. പക്ഷേ മാനേജ്മെൻറ്റ് എന്നുള്ളിടത്ത് എന്താണ്, ഈവൻ വലിയ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് കമ്പനീസ് പോലും ഇന്ന് AI ടൂൾസ് വളരെ ഭംഗിയായിട്ട് അവർ ഉപയോഗിക്കുന്നില്ലേ? അത്രയധികം മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിന് ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ഈ കോഗ്നിറ്റീവ് എബിലിറ്റി, റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ കുറച്ച് ഫിസിക്കൽ സംഭവങ്ങൾ ഉള്ള സാധനങ്ങൾ ലെസ് ചലഞ്ച്ഡ് ആണെന്ന് പറഞ്ഞു. ആസ് ഓഫ് നൗ അതുപോലെ തന്നെ ലെസ് ചലഞ്ച്ഡ് ആയിട്ടുള്ള സാധനമല്ലേ ഹ്യൂമൻ ഇമോഷൻസ്, എംപതി, അക്കൗണ്ടബിലിറ്റി നിലനിൽക്കുന്ന മേഖലകളിലും ലെസ് ഇമ്പാക്ട് ആയിരിക്കും. അതായത് AI എന്നുള്ളത് എന്നോട് പല ആൾക്കാർ ചോദിക്കും AI ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യും. ഞാൻ പറയുന്നത് AI ആസ് ഓഫ് നൗ ഒരു മീഡിയോക്രിറ്റിയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു ഡിസൈനർ ആവണമെന്നുണ്ടെങ്കിൽ AI-നെക്കാളും ബെറ്റർ ഡിസൈൻ ചെയ്യാൻ, ജെമിനിനേക്കാളും ബെറ്റർ ഡിസൈൻ ചെയ്യാൻ സാധിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ, നമുക്കൊരു AI ടൂള് പോലെ. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജെമിനി ഈസ് ലേണിംഗ് മച്ച് ഫാസ്റ്റർ ദാൻ അസ് എന്നുള്ളതാണ്. റൈറ്റ്? അത് ഒരു 3 വർഷം മുമ്പുള്ള ഒരു ജെമിനിയോ ChatGPT എല്ലാം മുമ്പുള്ള ആ ബേസ് ലൈൻ ഇങ്ങനെ മാറുകയാണ്. ബേസ് ലൈൻ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാരും ഇങ്ങനെ ബെറ്റർ ആയിട്ട് വരണം. പക്ഷേ മനുഷ്യന്മാർ ബെറ്റർ ആയിട്ട് വരുമ്പോൾ മനുഷ്യന്മാരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിർത്തുന്നത് എന്താണ്? അത് ഈ പറഞ്ഞ പോലെ അവൻ്റെ ഒരു ഹ്യൂമൻ ഇമോഷൻസുമായി ബന്ധപ്പെട്ട, ഹ്യൂമൻ സ്കിൽസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റൈറ്റ്? ഇപ്പോൾ ഒരു ഡോക്ടറെ നമുക്കെടുക്കാം. ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് നടത്താൻ ഇന്നൊരു AI ടൂളിന് ഒരു പക്ഷേ ഡോക്ടറെക്കാളും ബെറ്ററായിട്ട് പറ്റും. പക്ഷേ അതൊരു എമ്പതിയോട് കൂടിയിട്ട് ഒരു രോഗിയോട് നിങ്ങൾക്കുള്ള അസുഖം എന്താണെന്നുള്ളതും നിങ്ങൾ ആശ്വസിക്കണം എന്നുള്ളതും, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതും മേ ബി ഒരു രോഗിയോട് കൺവേ ചെയ്യാൻ വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള നല്ലൊരു ഡോക്ടർക്കായിരിക്കും എന്ത് ചെയ്യുക, അയാളാണ് ഇനി നല്ല ഡോക്ടർ ആവുക. അതായത് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പോയിന്റ്, നമ്മളൊരു പ്രൊഫഷൻ്റെ ഒരു ടോപ്പ് 1% എത്താൻ നമുക്ക് പ്രയാസമാണ്, ശരിയല്ലേ? ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയർ ആവാൻ, ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ആവാൻ, ഏറ്റവും ബെസ്റ്റ് കോഡർ ആവാൻ നമുക്ക് പ്രയാസമാണ്. പക്ഷേ നമുക്ക് 2 എണ്ണത്തിൽ നമുക്ക് ടോപ്പ് 20% വന്നൂടെ? ഇതിൻ്റെ രണ്ടൊരു ഇൻ്റർസെക്ഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വെൻ ഡയഗ്രാം അല്ലേ, 2 സർക്കിൾസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കുക. അത് രണ്ടുമുള്ള ഒരു ടോപ്പർ ആവാൻ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഗൂഗിളിൻ്റെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ജോബ് ലിസ്റ്റുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ആളുകളെ ആവശ്യമുണ്ട്. ഗൂഗിൾ പോലത്തെ ഒരു സോഫ്റ്റ്വെയർ കമ്പനീസിന് എന്തിനാണ് ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാൾ ആവശ്യം? ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത് ഭാഷാശാസ്ത്രമാണ്, ഈവൻ ലാംഗ്വേജ് പോലെയല്ല. അതായത് ഞാൻ ഹായ് ഗൂഗിൾ എന്നോ അല്ലെങ്കിൽ ഹായ് അലക്സ, ഹായ് സിരി എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ആക്സെൻറ്റിലോ സ്ലാങ്ങിലോ അല്ല ഒരു US ആൾ പറയാം, ഒരു ആഫ്രിക്കക്കാരൻ പറയാം, ഒരു അറബ് പറയാം, ഒരു UK-യിലുള്ള ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾ പറയാം, അല്ലേ? അപ്പോൾ ഇവിടെ ലാംഗ്വേജിൻ്റെ വളരെ സ്മോളർ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ ആവശ്യമാണ്. ഈ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാൾ ഒരു മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു, അല്ലേ, നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന വലിയൊരു ഏരിയ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ആൾക്ക് കുറച്ച് മെഷീൻ ലേണിംഗ് അയാൾ അറിയേണ്ടതുണ്ട്, എന്നാലേ അയാൾക്ക് ഇയാളെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ മെഷീൻ ലേണിംഗ് പഠിച്ച ഒരാൾക്ക് കുറച്ച് ലിംഗ്വിസ്റ്റിക്സും അറിയേണ്ടതുണ്ട്. ഈ കോമ്പിനേഷൻ വരുന്നിടത്താണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു എക്സ്പേർട്ടീസ് എടുക്കുന്നത്. അപ്പോൾ ഒരു പ്യുവർ ലിംഗ്വിസ്റ്റിനോ ഒരു പ്യുവർ കോഡർ അല്ലെങ്കിൽ പ്യുവർ മെഷീൻ ലേണിംഗ് എക്സ്പേർട്ടിനോ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഇത് രണ്ടും കൂടി അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. അത് അയാളെ ഒരു സ്കിൽ സെറ്റിനെ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും. ഇത് ഇനി ഡെഫിനറ്റ്ലി ഒരു ഡൊമൈൻ റിലേറ്റഡ് സ്കില്ലാവണമെന്നില്ല, നല്ല എംപതി ഉള്ള ഒരു ഡോക്ടർ, ഒരു നല്ല പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ള, നല്ല അനലിറ്റിക്കൽ തിങ്കിങ് ഉള്ള ഒരു നല്ല എഞ്ചിനീയർ, റൈറ്റ്? ഒരു വക്കീലിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ 1965 സുപ്രീം കോർട്ടിലെ ഇന്ന കേസിൽ ഇന്ന് പറഞ്ഞു എന്നുള്ളതൊന്നും അയാൾ ഇന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതാര് ചെയ്യും? ChatGPT-യോ ക്ലോഡോ ജെമിനിയോ ചെയ്യും. പക്ഷേ 2 പാർട്ടീസ് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മേ ബി കോർട്ടിലെത്തിക്കാതെ അത് മീഡിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ലൊരു ലോയർ, റൈറ്റ്? ആ ഒരു മീഡിയേഷൻ കപ്പാസിറ്റി ഉള്ള ലോയർ. ഇത് ഇങ്ങനത്തെ 2-3 സ്കിൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്താണ് ഇനി ഹ്യൂമൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ
വിശ്വസിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പം മേ ബി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു 2-3 ഡൊമൈൻസിൽ ഈവൻ അതൊരു ഹ്യൂമൻ സോഫ്റ്റ് സ്കിൽസ് ആവാം, അതിലൊരു ടോപ്പ് 20% എത്തുക. ഈ ഒരു ഇന്റർസെക്ഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ കണ്ടെത്താം. അപ്പോൾ ഈ ഒരു AI-യുടെ ചർച്ചയിലേക്ക് കടന്നു പോയാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നീണ്ടുപോയുള്ളൂ. അതെ, കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇവിടെ പുറത്ത് വരുന്നത് ഞാൻ ഇത്രയും കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്ന്, AI-യുടെ ഇമ്പാക്ട് വളരെ റിയൽ ആണ്. മുന്നിലേക്ക് അത് എത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് കോൺസ്പിറസി തിയറികൾ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അതിലേക്ക് നമ്മൾ പോയാലാണ് നീണ്ടുപോവുക. അപ്പൊ അതെല്ലാം നിലനിൽക്കുമ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇന്ന് നമുക്ക് അറിയുന്ന നോളജ് വെച്ചിട്ട് AI-യുടെ ഇമ്പാക്ട് കുറഞ്ഞ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഒന്ന്. രണ്ട്, ഇത്രയും കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ സംഭവം, നമ്മൾ എപ്പോഴും ലേൺ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കുക എന്നുള്ള പോയിന്റാണ്. അപ്പോൾ കാരണം ഇന്ന് നമുക്കുള്ള വിസ്ഡം വെച്ചിട്ട് നമ്മൾ AI മനസ്സിലാക്കുന്നു, നമ്മുടെ സ്വന്തം സ്വഭാവം മനസ്സിലാക്കുന്നു, സ്വന്തം ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നു, എല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷൻ എടുത്തിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ എന്തും മാറാം, നമ്മുടെ ആഗ്രഹങ്ങൾ മാറാം, നമ്മുടെ സ്വഭാവം മാറാം, AI-യുടെ ഇമ്പാക്ട് മാറാം. അപ്പോൾ മാറിയ ലോകത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആകണമെങ്കിൽ നമ്മൾ ലേണബിലിറ്റി ഉണ്ടാകണം.